നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ടേം വ്യവസ്ഥ നടപ്പാക്കാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും ജനറൽ സെക്രട്ടറി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രാഷ്ട്രീയമായി, ചിന്താപരമായി, ഐഡിയോളജിക്കലായി UDFുമായി സഹകരിക്കുന്ന വ്യക്തികളെ, ഗ്രൂപ്പുകളെ, സംഘടനകളെ ഒക്കെ ഒരുമിച്ച് നിർത്താമെന്ന് UDF തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ അൻവർ വന്നത്, ശ്രീമതി ജാനു വന്നത്. വ്യവസ്ഥ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ആരംഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തുടർന്നു. നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളി ആണെങ്കിൽ മുസ്ലിം ലീഗിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ NSSന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിമർശനം ഏറ്റവും ശക്തിയായി നടന്നപ്പോഴല്ലേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടായത്? ജനങ്ങളത് കണക്കിലെടുത്തോ? അതുകൊണ്ട് അദ്ദേഹം പറയുന്നിടത്തോളം പറയട്ടെ, അത്രത്തോളം ജനങ്ങളും പൊതുവികാരമൊക്കെ അദ്ദേഹത്തിനെതിരാവും. അദ്ദേഹത്തെ കൊണ്ട് എതിർക്കുന്ന ഈ പറയിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ പരാജയപ്പെടും ഈ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ. സുജാ ചന്ദ്രബാബുവിന് പിന്നാലെ കൂടുതൽ CPIM നേതാക്കൾ ലീഗിലേക്ക് വരുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ അവകാശവാദമുണ്ട്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ PMA സലാമിന് പറയാനുള്ളത്? അദ്ദേഹം ഈ പല വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രതികരിച്ചതുകൊണ്ട് എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. PMA സലാം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വലിയ ആത്മവിശ്വാസത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴത്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ നേട്ടവും മുന്നേറ്റവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനിൽ നിന്നായിരുന്നു. പക്ഷേ ആ വെള്ളാപ്പള്ളി നടേശൻ്റെ അത്തരം ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരം വർഗീയ പരാമർശങ്ങളെന്ന് ലീഗ് വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തങ്ങൾക്ക് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ബാധിച്ചിട്ടില്ല. അത് പൊതുജനങ്ങൾ ആകെ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ അത്തരം പരാമർശങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനം. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒരു ഘട്ടത്തിലും ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരം പരാമർശം നടത്തിപ്പിക്കുന്നവർക്കാണ് ഇത് തിരിച്ചടി ഉണ്ടാവുക. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം കേരള സമൂഹം പൊതുവെ കണ്ടതാണ് എന്നും അദ്ദേഹം പറയുകയാണ്. ഒപ്പം തന്നെ ഒരു ടേം വ്യവസ്ഥയാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ഇതുവരെ മുസ്ലിം ലീഗ് ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അത് അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അത് കൃത്യമായി നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞത്. അതിൽ പുതുമുഖങ്ങൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും യുവാക്കൾക്കും എല്ലാം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലുള്ള ഒരു ടേം വ്യവസ്ഥ, അതുപോലുള്ള ഒരു വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ടേം വ്യവസ്ഥ, അതായത് നിലവിലുള്ള ജനപ്രതിനിധികൾക്ക് മൂന്നിൽ കൂടുതൽ തവണ മത്സരിച്ച് വിജയിച്ചവർക്ക് അവരെ അകറ്റി നിർത്തുകയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം എന്നുള്ളത് യൂത്ത് ലീഗിൽ നിന്നും അതുപോലെ തന്നെ വനിതാ ലീഗിൽ നിന്നും ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞതാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് ഇനിയും കടന്നിട്ടില്ല. അത് അവർ ഉന്നയിക്കും. മുസ്ലിം ലീഗ് പ്രധാനമായിട്ടും അതിൽ ഉന്നയിക്കുന്നത് വിജയസാധ്യത മാത്രമാണ് നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നത്. അതിൽ പരിചയസമ്പന്നരുണ്ടാകണം, പുതുമുഖങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ വിജയസാധ്യത അടുത്ത ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. ആ നിർണായക തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരെ മത്സരിപ്പിക്കുക, അവരെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. അങ്ങനെ ഈ ടേം വ്യവസ്ഥയിൽ ഒരു വ്യക്തത ഇതുവരെയും മുസ്ലിം ലീഗിനെ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാവുമെന്നുള്ളതിൽ ഉറപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, നിരവധി പേർ മുസ്ലിം ലീഗിനോട് അടുക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ മുസ്ലിം ലീഗിലേക്ക് വന്നത്. അതിനെ അദ്ദേഹം പറയുന്നത് അത് ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നതുകൊണ്ട് മാത്രമാണ് വലിയ പ്രചരണം ലഭിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ തെക്കൻ ജില്ലകളിൽ നിരവധി CPM പ്രവർത്തകർ മുസ്ലിം ലീഗിലേക്കും അതുപോലെ തന്നെ UDFിലേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിനോടുള്ള താല്പര്യം കൊണ്ടും UDFിനോടുള്ള വിശ്വാസം കൊണ്ടുമാണ് അത്തരം ഒരു കൂടുതൽ പേർ ഈ UDFിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF എന്ന് ഉറപ്പിച്ചു പറയുകയാണ് PMA സലാം. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.